സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ അടുത്തൊരു ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. 10 ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് വേറൊരു സെഷൻ കൂടെ വരുന്നുണ്ട് ഇന്ന് തന്നെ. അതായത് ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഹൈക്കോർട്ടിന്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എല്ലാ ദിവസവും അങ്ങനെ സ്കിപ്പ് ചെയ്ത് കറണ്ട് അഫയേഴ്സിന് മാത്രം 10 ക്വസ്റ്റ്യൻ കൊടുത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ചില ദിവസം ഇംഗ്ലീഷ് മാത്രം 10 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി കറണ്ട് അഫയേഴ്സും കൂടെ ഉൾപ്പെടുത്തുന്ന സമയത്ത് നമുക്കൊരു 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിനും കൂടെ ചെയ്യാം. അങ്ങനെ പോയാലേ ഇംഗ്ലീഷ് ഒന്ന് സ്ട്രോങ് ആവുള്ളൂ. സോ നമുക്ക് ഇന്ന് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. ഓക്കെ, സോ സി ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് IPL ഫ്രാഞ്ചൈസ് വോൺ ഇറ്റ്സ് മെയ്ഡ് ഇൻ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഇൻ 2025? ഇതിൽ ഏതാണ് എന്നുള്ളത് നിങ്ങൾ ആൻസർ ചെയ്യാം. നമുക്ക് ആൻസേഴ്സ് ലാസ്റ്റ് നോക്കാം. ഇതിൽ നമുക്കൊരു ഐഡിയ ഇല്ല. വിച്ച് ക്ലബ് വോൺ ദ ഇനാഗുറൽ എക്സ്പാൻഡഡ് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഹെൽഡ് ഇൻ 2025? ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പാണ്, നോക്കിക്കോണേ. അപ്പോൾ പാരീസ് സെയിന്റ് ജർമാൻ, മാഞ്ചസ്റ്റർ സിറ്റി, ചെൽസി, റയൽ മാഡ്രിഡ്. അപ്പോൾ ഇതിൽ PSG ആയിരിക്കണം ആൻസർ. PSG ആയിരിക്കണം ആൻസർ. ആൻഡ് ഹൂ വോൺ ദ മെൻ സിംഗിൾ ടൈറ്റിൽ അറ്റ് വിംബിൾഡൺ 2025? ജോക്കോവിച്ച് ആണോ, ജാനിക് സിനർ ആണോ, കാർലോസ് ആൽക്കറാസ് ആണോ, ഡാനിൽ മെഡ്വെഡേവ് ആണോ? സിന്നറും ആൽക്കറാസുമാണ് ഇപ്പോഴത്തെ സ്റ്റാർസ്. മിക്കവാറും സിന്നർ ആവാനാണ് സാധ്യത. നോക്കാം. Which Indian chess player became the first Indian woman to win the FIDE Women's World Cup in 2025? കൊന്നേരു ഹംപി, വൈശാലി, ദിവ്യ ദേശ്മുഖ്, ഹരിക ദ്രോണവാലി. ആകെ ഇതിൽ അറിയാവുന്ന ഹംപിയാണ്. നമുക്ക് നോക്കാം എന്താണ് ആൻസർ എന്നുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ. Which state topped the medal tally at 38th National Games held in Uttarakhand in 2025? നാഷണൽ ഗെയിംസ് 38th നാഷണൽ ഗെയിംസ് ആണ് 2025 ഉത്തരാഖണ്ഡിൽ വെച്ചാണ് ഇത് നടത്തിയത്. അതും കൂടെ ഇതിൽ നോട്ട് ചെയ്തോണം കേട്ടോ. അപ്പോൾ അതിൽ ഏതാണ് ടോപ്പ് ചെയ്തത്, ഏത് നാഷണൽ ഗെയിംസിൽ ഏത് സ്റ്റേറ്റാണ് ടോപ്പ് ചെയ്തത്? ഹരിയാന, മഹാരാഷ്ട്ര. ഇവർ സ്പോർട്സിൽ ഈ നോർത്തേൺ സ്റ്റേറ്റ്സിന് കുറച്ച് അപ്പർ ഹാൻഡ് ഉണ്ട്. മിക്കവാറും ഹരിയാന ആവാനാണ് സാധ്യത. നോക്കട്ടെ. സോ സിക്സ്ത് വൺ നമുക്ക് നോക്കാം. ഇന്ത്യ ക്രിയേറ്റഡ് ഹിസ്റ്ററി ബൈ വിന്നിംഗ് ബോത്ത് മെൻസ് ആൻഡ് വുമൻസ് ടൈറ്റിൽസ് ഇൻ വിച്ച് വേൾഡ് കപ്പ് ഹെൽഡ് ഇൻ 2025? കബഡി, ഖോ, ഹോക്കി, റഗ്ബി. സോ ഹോക്കി ആവാൻ സാധ്യത കുറവാണ്, പറയാൻ പറ്റില്ല. റഗ്ബി വേൾഡ് കപ്പിൽ നമ്മൾ അങ്ങനെ അധികം ഇല്ല. ഖോയും കബഡിയാണ്. മിക്കവാറും കബഡി ആയിരിക്കും. ഇപ്പോൾ കബഡിയിൽ നല്ല ഒരു ബൂസ്റ്റ് കാണുന്നുണ്ട്. മിക്കവാറും കബഡി ആയിരിക്കും. വിച്ച് ഇന്ത്യൻ അത്ലറ്റ് വോൺ ദ പാരീസ് ഡയമണ്ട് ലീഗ് 2025 ടൈറ്റിൽ ഇൻ ജാവലിൻ ത്രോ? കിഷോർ ജൈന, നീരജ് ചോപ്ര, രോഹിത് യാദവ് ആൻഡ് ശിവപാൽ സിംഗ്. മോസ്റ്റ് പ്രോബബ്ലി നീരജ് ചോപ്ര ആയിരിക്കും, അറിയില്ല. ആൻഡ് എയ്ത്ത് വൺ, ഇന്ത്യൻ സ്റ്റേറ്റ് ഹോസ്റ്റഡ് 7th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഇൻ 2025? വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് hosted the 7th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഇൻ 2025? ആരാണ്? ഒഡീഷ, ബീഹാർ, ഗുജറാത്ത്. മിക്കവാറും ബീഹാർ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ബീഹാറിനല്ലേ എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കുന്നത്. അറിയില്ല, ഏതാന്ന് നോക്കാം. ആൻഡ് വിച്ച് കൺട്രി ഹോസ്റ്റഡ് 2025 വുമൻസ് UEFA യൂറോപ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്? ഇംഗ്ലണ്ട് ആണോ, ജർമ്മനി ആണോ, സ്വിറ്റ്സർലൻഡ് ആണോ, ഫ്രാൻസ് ആണോ? അറിയില്ല. സോ 10th വൺ, ഇന്ത്യ ഫിനിഷ്ഡ് വിത്ത് ഹൗ മെനി മെഡൽസ് അറ്റ് FISU വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് 2025 ഇൻ ജർമ്മനി? ഇന്ത്യക്ക് മൊത്തം എത്ര മെഡൽ കിട്ടി എന്നുള്ളതാണ് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് നോക്കാം. ആൻസേഴ്സ് അടുത്തത് ബി ആണ്. ഫസ്റ്റ് എവർ IPL ടൈറ്റിൽ ഇൻ 2025 ഡിഫീറ്റിംഗ് പഞ്ചാബ് കിങ്സ്. RCB ആണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പ് ക്ലബ്ബ് വേൾഡ് കപ്പ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ജയിച്ചത് ചെൽസിയാണ്, PSG അല്ല. നമ്മൾ PSG ആണ് എഴുതിയത്, ചെൽസിയാണ്. ആൻഡ് ജാനിക് സിന്നർ തന്നെയാണ് വിംബിൾഡൺ 2025 കൊണ്ടുപോയത്. ഇനിയിപ്പോൾ ദിവ്യ ദേശ്മുഖ് ആണ് അല്ലേ? ഓക്കെ, ചെസ് വിൻ ചെയ്തത് ദിവ്യ ദേശ്മുഖ് ആണ്. ഓക്കെ, ഇനി നാഷണൽ ഗെയിംസ് ഹെൽഡ് ഇൻ ഉത്തരാഖണ്ഡിൽ സർവീസസ്
സ്പോർട്സ് കൺട്രോൾ ബോർഡ് അവരാണ് മെഡൽ ടാലിയിൽ ടോപ്പ് ചെയ്തത്, ഹരിയാന അല്ല. ആൻഡ് ഖോഖോ കപ്പിലാണ്, ഇപ്പോൾ കബഡി അല്ല, ഖോഖോ വേൾഡ് കപ്പിലാണ് ഇന്ത്യയിലെ മെന്നും വുമണും കപ്പടിച്ചത്. കൊള്ളാം, മെൻ സെഷനും വുമൺ സെഷനും. ആൻഡ് നീരജ് ചോപ്ര തന്നെയാണ്, ജാവലിൻ എറിയാൻ നീരജ് ചോപ്ര തന്നെയാണ് ടോപ്പ്. അപ്പോൾ പാരീസ് ഡയമണ്ട് ലീഗിൽ 2025 ജാവലിൻ ത്രോ കൊണ്ടുപോയത് നീരജ് ചോപ്ര. ബീഹാർ, ഖേലോ ഇന്ത്യ ബീഹാറിലാണ് നടന്നത്, കറക്റ്റ്. ഓക്കെ. ആൻഡ് സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പോൾ യുഎഫ വുമൺസ് 2025 ഹോസ്റ്റ് ചെയ്ത് സ്വിറ്റ്സർലാൻഡ്, നോട്ട് ചെയ്തു. ലാസ്റ്റ് 12 മെഡൽ കിട്ടിയപ്പോൾ ഫിസു വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് ജർമ്മനി നടന്നതിന് ഇന്ത്യക്ക് 12 മെഡൽ കിട്ടിയിട്ടുണ്ട്. ഓൾ റൈറ്റ്. സോ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. നമുക്ക് നോക്കാനുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം നമ്മൾ നോക്കിയിട്ടുണ്ട്, ഇന്നത്തെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ നമുക്കൊരു 10 ഇംഗ്ലീഷ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. നാളെ അടുത്ത കറണ്ട് അഫയേഴ്സ്, അടുത്ത ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.